ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് എറർ സ്പോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദിസ് ഇസ് ഗോയിങ് ടു ബി പാർട്ട് 2 ഓഫ് ദ സെയിം. ഇതിനു മുന്നേ നമ്മൾ എറർ സ്പോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിതൗട്ട് എനി ഡിലേ. And I am here, Shweta, along with you. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആർട്ടിക്കിൾസ് ആൻഡ് പ്രൊപ്പോസിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എറർ സ്പോട്ടിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അവ ഏത് റൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. So let us start with the rules of articles, rules based on articles. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷിൽ a and the എന്നിങ്ങനെ 3 ആർട്ടിക്കിൾസ് ആണ് വരുന്നത്. They are small words with big impact. ഓക്കെ, ഇതില് എയും ആനും ഡെഫിനിറ്റ് അല്ലാത്ത, അതായത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. ദ എന്ന് പറയുന്നതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ റൂൾ നോക്കാം. എ വേഴ്സസ് ആൻ based on sound, not spelling. ഓക്കെ, അപ്പം ഒരു വവൽ സൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാക്കിന് മുന്നേ തീർച്ചയായും നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എ ബിഫോർ എ കോൺസണന്റ് സൗണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വവൽ സൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, അതുപോലെ കോൺസണന്റ് സൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ വവൽസ് ഏതൊക്കെയാണ് ഇംഗ്ലീഷിൽ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം AEIOU ആണ് എന്നുള്ളത് അല്ലെ. പക്ഷേ HONEST എന്നുള്ള വാക്ക് നമുക്കറിയാം, അത് ഓണസ്റ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക അല്ലെ. അപ്പൊ അവിടെ ഓ സൗണ്ട് ആണ് വരുന്നത്, അത് ഒരു വവൽ സൗണ്ട് ആണ്. അപ്പൊ അതിന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം? ആൻ എന്നുള്ള ആർട്ടിക്കിൾ ആണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ H സൈലന്റ് ആണ്. ഓക്കെ, അപ്പൊ H സൈലന്റ് ആയിട്ട് വരുന്ന വാക്കുകൾ വേറെ ഏതൊക്കെയുണ്ട് നോക്കിക്കേ. ഓണസ്റ്റ് എന്ന് പറയുന്ന വാക്ക്, ഓണർ എന്ന് പറയുന്ന വാക്ക്, എയോ എന്ന് പറയുന്ന വാക്ക്, ഇവിടെയൊക്കെ H സൈലന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ആ വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അവിടെ വവൽ സൗണ്ട് ആണ് കേൾക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആൻ യൂസ് ചെയ്യും. ഇനി യൂണിവേഴ്സിറ്റി എന്നുള്ള വാക്ക് എടുത്തേ, അവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് യ സൗണ്ട് ആണ് കേൾക്കുന്നത് അല്ലെ. സോ യ സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് എ യൂണിവേഴ്സിറ്റി എന്നാണ്, അല്ലാതെ ആൻ എന്നല്ല. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ സൗണ്ട്, നോട്ട് സ്പെല്ലിംഗ് എന്നുള്ളതാണ് ഇവിടെ ആർട്ടിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ റൂളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത റൂളിലോട്ട് പോവാം. നോ ആർട്ടിക്കിൾ വിത്ത് പ്രോപ്പർ നൗൺസ് ഇൻ എ ജനറൽ മാനർ. ഓക്കെ, ഇപ്പൊ പ്രോപ്പർ നൗൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആളുകളുടെ, സിറ്റീസിന്റെ, കൺട്രീസിന്റെ ഒക്കെ പേരുകൾ പ്രോപ്പർ നൗൺസിന് എക്സാമ്പിൾസ് ആണ് അല്ലെ. അപ്പൊ അവയുടെ കൂടെ വന്ന് നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? ജനറലി ദ യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സി ദ ഇന്ത്യ ഇസ് എ ഗ്രേറ്റ് കൺട്രി എന്നുള്ള സെന്റൻസ് എടുത്തേ, അത് തെറ്റാണ് അല്ലെ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ അതിന് മുന്നേ നമ്മൾ എന്ത് ആഡ് ചെയ്യില്ല? ദ ആഡ് ചെയ്യില്ല അല്ലെ. അപ്പൊ കൃത്യമായിട്ടുള്ള സെന്റൻസ് എങ്ങനെ വരും? ഇന്ത്യ ഇസ് എ ഗ്രേറ്റ് കൺട്രി എന്ന് വരും. ഓക്കെ, ഇനി ഇതിന് ഏതാനും എക്സെപ്ഷൻസ് ഉണ്ട്. ദ USA, ദ നെതർലാൻഡ്സ്, ദ ആമസോൺ അല്ലെ. അപ്പൊ ഇതിന്റെ കൂടെയൊക്കെ USA കൂടെ നമ്മൾ ദ യൂസ് ചെയ്യും, നെതർലാൻഡ്സിന്റെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യും, ആമസോണിന്റെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ യുണീക്ക് ആയിട്ടുള്ള നെയിംസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്ലൂരൽ ആയിട്ടുള്ള, നെതർലാൻഡ്സിനെ പോലെ പ്ലൂരൽ ആയിട്ടുള്ള ഒരു നെയിം ആണെങ്കിലൊക്കെ നമ്മൾ അവിടെ അതിന്റെ കൂടെ ദ യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യുണൈറ്റഡ്, ഓക്കെ, യുണൈറ്റഡ് കിങ്ഡം അല്ലെ, അവിടെ നമ്മൾ ദ യൂസ് ചെയ്യും. ഓക്കെ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അവിടെ നമ്മൾ ദ യൂസ് ചെയ്യും. അപ്പൊ ഈ യുണൈറ്റഡ് വെച്ച് തുടങ്ങുന്ന പ്ലേസസ്, യുണീക്ക് ആയിട്ടുള്ള നെയിം ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ദ യൂസ് ചെയ്യും. അതല്ലാത്ത കേസസിൽ ജനറൽ ആയിട്ട് നമ്മൾ പ്രോപ്പർ നൗൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യില്ല? അവിടെ നമ്മൾ ദ യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അതുപോലെ സൂപ്പർലേറ്റീവ്സിന്റെ കേസ് എടുക്കുന്ന സമയത്ത്, അതുപോലെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ലൈക്ക് യുണീക്ക് തിങ്സിന്റെ കേസ് എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ സൂപ്പർലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. സൂപ്പർലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സി ഗുഡ് എന്നുള്ള വാക്കെടുക്കാം. ഗുഡിന്റെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അല്ലെ. എന്തൊക്കെയാണ് വരിക? അത് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് അല്ലെ. അവിടെ ബെസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ ബെസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. ഓക്കെ, അതുപോലെ ടോൾ, ടോളർ, ടോളസ്റ്റ് അല്ലെ. അപ്പൊ അവിടെ ടോളസ്റ്റിന്റെ കൂടെ ദ യൂസ് ചെയ്യണം. അപ്പൊ സൂപ്പർലേറ്റീവ്സിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള തിങ്സിന്റെ കൂടെ, യുണീക്ക് ആയിട്ടുള്ള ലൈക്ക് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും.
ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ, സൺ റൈസസ് ഇൻ ഈസ്റ്റ്. അപ്പൊ നമുക്കറിയാം ഈ ഭൂമിയിൽ സൺ എന്ന് പറയുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള വസ്തുവാണ്, ഒറ്റ ഒന്നേ ഉള്ളൂ, ഇസ്ന്റ് ഇറ്റ്? അപ്പൊ അങ്ങനെയുള്ളതിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. അപ്പൊ കൃത്യമായിട്ടുള്ള സെന്റൻസ് എന്താണ്? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആണ്, അല്ലെ? അപ്പോ മനസ്സിലാക്കുക, സൂപ്പർലേറ്റീവ്സിന്റെ കൂടെ അതുപോലെ യുണീക്ക് ആയിട്ടുള്ള വസ്തുക്കളുടെ കൂടെ ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യും. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇവിടെ ഹീസ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് എന്നുള്ള സെന്റൻസ് എടുത്തേ. അവിടെ എന്താ നമ്മൾ കാണുന്നേ? ബെസ്റ്റ് എന്നുള്ള വാക്ക്, അല്ലെ? ബെസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ കൂടെ ദ ആഡ് ചെയ്തു. ഓക്കെ, അതുപോലെ ദ മൂൺ, ദ സ്കൈ, ദ ഗവൺമെന്റ് എന്നൊക്കെയാണ് പറയുക. കാരണം എന്താണ്? അതൊക്കെ യുണീക്ക് ആയിട്ടുള്ള തിങ്സ് ആണ്. ഓക്കെ, റൈറ്റ്. ഇനി വളരെ ജനറൽ ആയിട്ടുള്ള സെൻസിൽ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള നൗൺസിന്റെ കൂടെ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് അടുത്ത റൂൾ. ഓക്കെ, അതായത് സി ദ ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നുള്ള സെന്റൻസ് എടുത്തേ. ഓക്കെ, അപ്പൊ അവിടെ ഓണസ്റ്റി എന്ന് പറയുന്നത് എന്താണ്? അതൊരു അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ആണ്, അല്ലെ? അബ്സ്ട്രാക്ട് ആയിട്ടുള്ള നൗൺ ആണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? നമുക്ക് അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കൃത്യമായിട്ടുള്ള സെന്റൻസ് എങ്ങനെ വരും? ഓണസ്റ്റി ഇസ് ദ ബെസ്റ്റ് പോളിസി എന്ന് വരും. ഓക്കെ, അപ്പൊ ജനറൽ ട്രൂത്ത്സ് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ആർട്ടിക്കിൾ വേണ്ട. സ്പെസിഫിക് ആയിട്ടുള്ള റെഫറൻസ് വരുമ്പോൾ മാത്രം നമുക്ക് അവിടെ എന്ത് മതി? ആർട്ടിക്കിൾ മതി. ഓക്കെ, അതും ദ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, എന്താണ്? അബ്സ്ട്രാക്ട് ആയിട്ടുള്ള നൗൺസിന്റെ കൂടെ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെ ജനറൽ സെൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ആർട്ടിക്കിൾസ് ഒന്നും വേണ്ട. ഓക്കെ, സോ ദ ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി ഈസ് റോങ്, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്ന് മതി. ഓക്കെ, ഇനി അഞ്ചാമത്തെ റൂള് നോക്കാം. A number of versus the number of. It is very very important. Okay, spot error type of questions ഈ ഒരു റൂള് ധാരാളമായിട്ട് ചോദിച്ചു കാണാറുണ്ട്. സി a number of എന്ന് പറഞ്ഞാൽ എന്താ? സെവറൽ എന്നുള്ള മീനിങ് ആ വരുന്നത് അവിടെ. a number of എന്ന് പറഞ്ഞാൽ ധാരാളം, അതായത് മോർ ദാൻ വൺ എന്നുള്ള രീതിക്കാ വരുന്നത്. അപ്പൊ അവിടെ അതിന്റെ കൂടെ നമുക്ക് വേണ്ടത് പ്ലൂരൽ വേർബ് ആണ്. ഇനി ദ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആയിട്ടുള്ള ഒന്നായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ എന്ത് വേണം? സിംഗുലർ ആയിട്ടുള്ള വേർബ് വേണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വാസ് ആബ്സെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്, അല്ലെ? കാരണം എന്താ? ആ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ സെവറൽ എന്നുള്ള മീനിങ് ആ വരുന്നത്, അല്ലെ? അപ്പൊ നിരവധി കുട്ടികൾ, നിരവധി സ്റ്റുഡൻസ് ആബ്സെന്റ് ആണ് എന്നുള്ളതാണ് അവിടെ പറയേണ്ടത്. സോ ഇവിടെ വാസിന് പകരം നമുക്ക് എന്ത് വേണം? വേർ എന്ന് വേണം, പ്ലൂരൽ ആയിട്ടുള്ള വേർബ് വേണം. സോ ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേർ ആബ്സെന്റ് എന്നാണ് വരിക. ഓക്കെ, ഓർത്ത് വെക്കുക, ആ നമ്പർ ഓഫ് എന്നാണെങ്കിൽ അത് മെനി അല്ലെങ്കിൽ സെവറൽ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അവിടെ നമുക്ക് വേണ്ടത് പ്ലൂരൽ വേർബ് ആണ്. ഇനി ദ നമ്പർ ഓഫ് എന്നാണെങ്കിൽ അവിടെ സിംഗുലർ ആയിട്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവിടെ വേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബ് ആണ്. ക്ലിയർ? റൈറ്റ്. ഇനി നമ്മൾ നേരെ പോകുന്നത് നാലാമത്തെ കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആണ്. പ്രപ്പോസിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസിലോട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം പ്രപ്പോസിഷൻസ് എങ്ങനെയാണ്, അല്ലെ? ദേ ആർ ആക്ച്വലി ദ റൈറ്റ് വേർഡ് that we use at right place, isn't it? അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രപ്പോസിഷൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂൾസ് എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. സി, ഇന്നും അറ്റും ഓണും മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് ആണ്, അല്ലെ? ടൈം റിലേറ്റഡ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് ആണ്. സോ ഇവ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇൻ സാധാരണ മന്ത്സിന്റെ കൂടെയും ഇയേഴ്സിന്റെ കൂടെയും സീസൺസിന്റെ കൂടെയും ആണ് യൂസ് ചെയ്യുക. ഇനി ഓൺ എന്ന് പറയുന്നത് സാധാരണ ഡേയ്സിന്റെ കൂടെ അല്ലെങ്കിൽ ഡേറ്റ്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിന്റെ കൂടെ അല്ലെങ്കിൽ ഹോളിഡേയ്സിനെ റെഫർ ചെയ്യുന്ന സമയത്ത് ഒക്കെയാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സി ഐ വാസ് ബോൺ ഇൻ മൺഡേ എന്ന് പറഞ്ഞാൽ അത് തെറ്റാ, അല്ലെ? കാരണം എന്താ? മൺഡേ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡേ ആണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ഏതാണ്? ഓൺ ആണ്. ഓക്കെ, സോ ഐ വാസ് ബോൺ ഓൺ മൺഡേ എന്നാണ് കൃത്യമായിട്ട് വരിക. സോ ഇൻ എന്ന് പറയുമ്പോൾ മന്ത്സ്, ഇയേഴ്സ് ഓർ സീസൺസ്, ഓൺ എന്ന് പറയുമ്പോൾ ഡേയ്സ് ഓർ ഡേറ്റ്സ്, അറ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ടൈംസ് ഓർ ഹോളിഡേയ്സ്. ഓക്കെ, ഇനി അപ്പോ ഇൻ ദ മോർണിംഗ് എന്ന് പറയും, അല്ലെ? ഓൺ മൺഡേ മോർണിംഗ് എന്ന് പറയും, അറ്റ് 7 AM എന്ന് പറയും, അല്ലെ? അങ്ങനെ. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം വലിയത് ഏതാ? അതില് ഇയർ ആണ്, അല്ലെ? പിന്നെ ഏതാണ്? ഡേ ആണ്, അല്ലെ? പിന്നെ ഏതാണ്? ടൈം ആണ്. അപ്പൊ അങ്ങനെ ആലോചിക്കാം. ഓക്കെ, വലുത് എന്ന് പറയുമ്പോൾ ബിഗ് ആയിട്ടുള്ളത് ഇയർ, അപ്പൊ അതിന്റെ കൂടെ ഇന്ന് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ മീഡിയം ആയിട്ട് വരുന്നത് ഏതാണ്? അത് ഡേ ആണ്. അതിന്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഓൺ യൂസ് ചെയ്യും. ഇനി വളരെ ചെറുത് എന്ന് പറയുന്നത് ടൈം ആണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അറ്റ് യൂസ് ചെയ്യും. ഇങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, റൈറ്റ്. ഇനി
മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂളാണ് മാരിഡ് ടു എന്നുള്ളത്. ഓക്കെ, മാരിഡ് എന്നുള്ള വാക്കിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ എപ്പോഴും ടു ആണ്, അല്ലാതെ വിത്ത് അല്ല. ഓക്കെ, മാരിഡ് ടു എന്നാണ് പറയേണ്ടത്, മാരിഡ് വിത്ത് എന്നല്ല. അതുപോലെ എൻഗേജ് ടു, റിലേറ്റഡ് ടു, ഇങ്ങനെ വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ എൻഗേജ്ഡ് വിത്ത് അല്ലെങ്കിൽ റിലേറ്റഡ് വിത്ത് എന്നുള്ള രീതിക്ക് പറയുന്നത് തെറ്റാണ്. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കിക്കേ, ഷീ ഈസ് മാരിഡ് വിത്ത് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റോങ് അല്ലെ. ഷീ ഈസ് മാരിഡ് ടു എ ഡോക്ടർ എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഇപ്പൊ റിലേഷൻഷിപ്പ് പ്രപ്പോസിഷൻസ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ഏതാണ്? അത് ടു ആണ്. മാരിഡ് ടു, എൻഗേജ് ടു, റിലേറ്റഡ് ടു, എഡിക്റ്റഡ് ടു. ഓക്കെ, അപ്പം ലൈക്ക് എപ്പോഴും റിലേഷൻഷിപ്പ് പ്രപ്പോസിഷൻസ് വരുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടു എന്നുള്ള പ്രപ്പോസിഷൻ ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫർ ഫ്രം ആൻഡ് ഡിഫർ വിത്ത്? നമുക്കൊന്ന് നോക്കാം. സി, ഡിഫർ ഫ്രം എന്ന് പറഞ്ഞാൽ ബി അൺലൈക്ക് എന്നുള്ള മീനിങ് ആ വരുന്നത്. ഓക്കെ, അതായത് എന്നെ പോലെ അല്ല അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു യൂസേജ് ആണ് ഡിഫർ ഫ്രം. ഓക്കെ, ഇനി ഡിഫർ വിത്ത് എന്ന് പറഞ്ഞാലോ, നമ്മളൊരു കാര്യം പറയുമ്പോൾ മറ്റൊരാൾ പറഞ്ഞൊരു കാര്യത്തിനോട് അനുകൂലിക്കുന്നില്ല എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഡിഫർ വിത്ത് എന്ന് പറയാം. ഓക്കെ, ഡിസഗ്രി വിത്ത് സമ്മൺ എന്നുള്ള മീനിങ് ആണ് ഡിഫർ വിത്തിന് വരുന്നത്. സോ ഒരു സെന്റൻസ് ഇവിടെ തരുന്നു, ഹിസ് ഒപ്പീനിയൻ ഡിഫേഴ്സ് ഫ്രം മീ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല അല്ലെ, ഹിസ് ഒപ്പീനിയൻ ഡിഫേഴ്സ് വിത്ത് മൈൻ എന്നുള്ളതാണ് വരേണ്ടത്. ഓക്കെ, സോ ഡിഫർ ഫ്രം എ തിങ് ആൻഡ് ഡിഫർ വിത്ത് സംവൺ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ഡിഫർ ഫ്രം എ തിങ്, കോൺട്രാസ്റ്റ് കാണിക്കാനായിട്ട്, ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവുമായിട്ട് ഡിഫറൻസ് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ബി അൺലൈക്ക് സംതിങ് എന്നുള്ളത് കാണിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഡിഫർ ഫ്രം യൂസ് ചെയ്യുക. ഇനി ഡിഫർ വിത്ത് ഇസ് ഓൾവേസ് യൂസ് വിത്ത് സംവൺ. ഡിഫർ വിത്ത് സംവൺ, ആരെങ്കിലും ഒരാളായിട്ട് അവർ പറഞ്ഞ കാര്യവുമായിട്ട് വിയോജിക്കുന്നു എന്ന് കാണിക്കാനായിട്ടാണ് ഡിഫർ വിത്ത് യൂസ് ചെയ്യുക. ഡിഫറൻസ് മനസ്സിലായോ? റൈറ്റ്. ഇനി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിറ്റ്വീൻ ആൻഡ് അമങ്? ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ് ബിറ്റ്വീൻ യൂസ് ചെയ്യുക, എവിടെയാണ് അമങ് യൂസ് ചെയ്യുക? See, between is used for two persons or things and among is used for more than two. അത്രേ ഉള്ളൂ. ഓക്കെ, രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യും. ഇനി മോർ ദാൻ ടു ആണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പാരിസൺ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അമങ് ആണ്. തന്നിരിക്കുന്ന സെന്റൻസ് നോക്കിക്കേ. സി, ഡിസ്ട്രിബ്യൂട്ട് ദ സ്വീറ്റ്സ് ബിറ്റ്വീൻ ദ 5 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. 5 പേർക്കിടയിൽ പങ്കിയെടുക്കൂ ഈ സ്വീറ്റ്സ് എന്നാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് മോർ ദാൻ 2 അല്ലെ. അപ്പൊ അവിടെ ബിറ്റ്വീൻ എന്ന് വരുവോ? ഇല്ല, അതിന് പകരം വരേണ്ടത് അമങ് ആണ്. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂട്ട് ദ സ്വീറ്റ്സ് അമങ് ദ 5 സ്റ്റുഡൻസ് എന്ന് വേണം വരാനായിട്ട്. ഓക്കെ, ഇനി സി, ഇവിടെ ഒരു എക്സെപ്ഷൻ വരുന്നത് വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു കേസാണ്. ബിറ്റ്വീൻ ക്യാൻ ബി യൂസ് ഫോർ മോർ ദാൻ 2 വെൻ ഈച്ച് ഇസ് കൺസിഡേർഡ് ഇൻഡിവിജ്വലി. ഓക്കെ, അപ്പം ലൈക്ക് രണ്ടിൽ കൂടുതൽ ആളുകളുണ്ട്, പക്ഷെ അവരെ ഓരോരുത്തരെയും നമ്മൾ ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ മാത്രം നമുക്ക് ബിറ്റ്വീൻ യൂസ് ചെയ്യാം. അതല്ലാതെ ഇതുപോലെ കണ്ടോ, 5 പേരിൽ ലൈക്ക് 5 പേരിൽ എല്ലാവർക്കുമായിട്ട് ഈ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ 5 പേരെയും നമ്മൾ ഇൻഡിവിജ്വലി കാണുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിക്കല്ലേ കാണുന്നേ. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് അമങ് ആണ്. ഓക്കെ, right, let's move on to the last rule of the session, that is avoid unnecessary prepositions. എവിടെയൊക്കെയാണ് അല്ലെ നമ്മൾ unnecessary ആയിട്ടുള്ള prepositions അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ സം verbs should not be followed by prepositions. ഓക്കെ, ചില വാക്കുകളുണ്ട്, ചില verbs ഉണ്ട്, അതിന്റെ കൂടെ നമ്മൾ prepositions യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള verbs ഏതൊക്കെയാണ്? ഡിസ്കസ്, ഡിസ്ക്രൈബ്, റീച്ച്, റിസെമ്പിൾ, ഇതൊക്കെ ഇത്തരത്തിൽ വരുന്ന verbs ആണ്. ഈ verbsന്റെ കൂടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു തരത്തിലുള്ള prepositionsഉം യൂസ് ചെയ്യില്ല. ഓക്കെ, വി ഡിസ്കസ്ഡ് അബൌട്ട് ദ പ്രോബ്ലം, നമ്മൾ പറയാറുള്ളതാ അല്ലെ, ആ പ്രോബ്ലത്തിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, പക്ഷേ ദാറ്റ് ഇസ് റോങ്. വി ഡിസ്കസ്ഡ് ദ പ്രോബ്ലം എന്ന് മതി. ഓക്കെ, ആക്ച്വലി അബൌട്ട് എന്ന് പറയുന്നത് അവിടെ അൺനെസസറി ആണ്. ഓക്കെ, സോ നോ അബൌട്ട് ആഫ്റ്റർ ഡിസ്കസ്, നോ ടു ആഫ്റ്റർ റീച്ച് ആൻഡ് നോ വിത്ത് ആഫ്റ്റർ റിസംബിൾ. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്? ലൈക്ക് ഡിസ്കസിന് ശേഷം നമ്മൾ അബൌട്ട് യൂസ് ചെയ്യില്ല. ഓക്കെ, റീച്ചിന് ശേഷം നമ്മൾ ടു യൂസ് ചെയ്യില്ല. റിസംബിളിന് ശേഷം നമ്മൾ വിത്ത് യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഏതാനും പ്രപ്പോസിഷൻസ് ഉണ്ട്. ചില വേർബ്സിന്റെ കൂടെ ചില പ്രപ്പോസിഷൻസ് നമ്മൾ യൂസ് ചെയ്യില്ല. അൺനെസസറി ആയിട്ടുള്ള അത്തരത്തിലുള്ള പ്രപ്പോസിഷൻസ് നമ്മൾ ഒഴിവാക്കണം. സോ ഓർക്കുക, ഡിസ്കസിന്റെ കൂടെ അബൌട്ട് ഇല്ല, റീച്ചിന്റെ കൂടെ ടു ഇല്ല, റിസംബിളിന്റെ കൂടെ വിത്ത് ഇല്ല.
ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ 20 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോട്ട് ദെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ റൂൾസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 2 വീഡിയോസിലുമായിട്ട്. സോ ഐ ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ഡിസ്കസ് ടുഡേ ഈസ് ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ബെനിഫിഷ്യൽ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പ്രൊനൗൺസും അതുപോലെ തന്നെ ആഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസുമായിട്ട് നമുക്ക് പാർട്ട് 3 കാണാം. അതുവരെ കീപ് ലേണിംഗ്. ഹാപ്പി ലേണിംഗ്.